നമസ്കാരം. ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമായിരുന്ന സമയത്ത് ലോകത്തിന്റെ കണ്ണ് മുഴുവനും ഹോർമുസ് കടലിടുക്കിലേക്കായിരുന്നു. ലോകത്തിലെ തന്നെ നിർണായക ഊർജ ഇടനാഴിയാണ് ഇത്. ഈ ഇടനാഴി അടച്ചിടുന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇക്കാര്യം പാർലമെന്റ് അംഗം വ്യക്തമാക്കുകയാണ്. ഇത് സംബന്ധിച്ച സൈനിക നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പക്ഷേ അത് അടച്ചിടുന്നത് സംബന്ധിച്ചൊരു തീരുമാനവും എടുത്തിട്ടില്ല. അതായത് നിലവിൽ കാര്യങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. യോജിച്ച സമയം വരുമ്പോൾ തങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ അംഗം വ്യക്തമാക്കുന്നത്. അതേസമയം അദ്ദേഹം പാർലമെന്റിൽ പരാമർശിച്ച സൈനിക നടപടി എന്തെന്ന് വ്യക്തമല്ല. ഇസ്രയേലുമായി ജൂൺ 13 മുതൽ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനിടെയാണ് ആഗോള എണ്ണ വാതക കയറ്റുമതിയുടെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് അടയ്ക്കാൻ ഇറാൻ നീക്കം നടത്തിയത്. ഇതിനു മുമ്പും പലതവണ ഇറാൻ ഹോർമുസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എങ്കിലും സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്മർദ്ദത്താൽ അത് സാധിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. വടക്ക് ഇറാനും തെക്ക് ഒമാനും UAEയുമായുള്ള ഈ സമുദ്ര ഇടനാഴിക്ക് 167 കിലോമീറ്റർ നീളമുണ്ട്. പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പേർഷ്യൻ ഗൾഫിൽ നിന്നും അറബിക്കടലിലേക്ക് കടക്കാനുള്ള ഏക കടൽപാതയും ഹോർമുസ് കടലിടുക്കാണ്. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരുന്ന സമയത്ത് ഇസ്രായേലിന്റെ വധശ്രമത്തിൽ നിന്നും ഇറാൻ പ്രസിഡന്റ് രക്ഷപ്പെട്ടിരുന്നത് തലനാരിഴയ്ക്ക് ആണ് എന്ന റിപ്പോർട്ടും ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് ജൂൺ 16 ആയിരുന്നു. ടെഹ്റാനിൽ നടന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിനിടെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. യോഗം നടന്നിരുന്ന ടെഹ്റാന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു കെട്ടിടത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം ലക്ഷ്യം വെച്ചത് മുതിർന്ന നേതാക്കളെയായിരുന്നു. പ്രസിഡന്റ് പെഷസ്കിയാൻ പുറമെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫ്വാൻ, ജുഡീഷ്യറി മേധാവി മൊഹർസൈനി എജയ് തുടങ്ങി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറയുടെ കൊലപാതകത്തിന്റെ മാതൃകയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. രക്ഷപ്പെടാനുള്ള വഴികൾ തടയുന്നതിനും വായുസഞ്ചാരം തടസ്സപ്പെടുത്തുന്നതിനുമായി 6 മിസൈലുകൾ കെട്ടിടത്തിന്റെ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ ലക്ഷ്യമാക്കി പതിച്ചിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലകൾ ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. സ്ഫോടനങ്ങൾക്ക് ശേഷം നിലയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു.